ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തച്ചോട്ടാവിന് അടുത്താണുള്ളത്. ഇവിടെ നിന്ന് മെയിൻ ബസ് റൂട്ടിലേക്ക് വളരെ അടുത്താണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് പോകുന്നത് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ 5.25 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടിയതും കൂടാതെ 6 വാഷ്റൂമോട് കൂടിയ വീടാണ്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 3 ബെഡ്റൂം വരുന്നത്, അതും ഈസ്റ്റ് ഫേസിങ്ങോട് കൂടിയ വീടാണ്. അതുകൂടാതെ തന്നെ ഒരു സെർവൻ ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും വലിയ ഒരു ലക്ഷറി കോസ്റ്റൊക്കെ വരുന്ന വീട്. അങ്ങനെയല്ല, 70 ലക്ഷം രൂപയ്ക്കുള്ളിൽ സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോഴും സംശയം ഉണ്ടാവും, എന്നാൽ ക്വാളിറ്റിയിൽ കുറവ് വരുത്തിയിട്ടുണ്ടോന്നും. അങ്ങനെയല്ല, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കൂടുതലും തേക്കാണ്. അതുകൂടാതെ ലെഗ്രൻഡ്, സൊമാനി, വർമോറ എന്ന ബ്രാൻഡൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന വീടാണ്. ഇതൊരു ഹോട്ട് ഡീലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഇങ്ങനത്തെ വീട് കിട്ടുമെന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വരുവാണെങ്കിൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. ഒരു വലിയ കാറും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് ബോറുമില്ല വരുന്നത്, കിണറല്ല, അല്ല വാട്ടർ കണക്ഷൻ എടുത്തു തരുന്നതാണ്. ഇവിടെ 2 ഭാഗത്തായിട്ടും സ്പേസ്, നടന്നുള്ള സ്പേസ് ഉണ്ട്, പുറകിൽ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ ഫുള്ള് സ്റ്റെപ്പ് എല്ലാം ലെപ്പോത്ത ഗ്രാനൈറ്റ് ആണ്. ഇവിടെ ഫ്ലോറിംഗ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതുപോലെ ഇവിടെ ടൈൽ ക്ലാഡിംഗ് കാണാം. ഈ കാണുന്ന തടികളെല്ലാം തേക്കാണ്. ഹാൻഡ് റെയിൽസ് ആണെങ്കിലും ഫ്രണ്ട് കഥകും കട്ടകളും എല്ലാം തേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നല്ല ലിവിങ് ഏരിയയിലേക്ക്, അത് വിശാലമായി കിടക്കുന്ന ലിവിങ് ഏരിയ ആണ്. ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്, അല്ല ഇപ്പോക്സി ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ സീലിംഗ് അല്ല ചെയ്തിരിക്കുന്നത്, അത് സർഫസ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ആ ബോർഡെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു TV ഉണ്ട് ഏരിയ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ ആയിട്ട് കബോർഡ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ അടുക്കള മാത്രമല്ല വർക്ക് ഏരിയയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചൺ അല്ല, ക്ലോസ്ഡ് കിച്ചണാണ്. ഡോർ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള കിച്ചണാണ്. ഇവിടുത്തെ ഈ ഒരു ടേബിൾ ടോപ്പ് നോക്കുവാണെങ്കിൽ ഫുള്ള് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. മുകളിലെല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട്. എല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയയും നല്ല സ്പേസുള്ള വർക്ക് ഏരിയയാണ്. ചില വീടുകളിലൊക്കെ ഒരു കിച്ചണൊക്കെ ഇത്ര സ്പേസ് ഉണ്ടാവുള്ളൂ, അത്രയും സ്പേസ് ഉണ്ട് വർക്ക് ഏരിയയ്ക്ക്. ഇവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട്, അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിൽ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു ബോർഡർ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളം നമ്മൾ പാത്രം ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളമൊന്നും ഇങ്ങോട്ടേക്ക് ഒഴുകി വീഴില്ല. അപ്പോൾ നീറ്റായിട്ട് കിടക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇനി പുറത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ ആയിട്ടും ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ പുറത്ത് നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സെർവൻ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. സാധാരണ വീടുകളിലൊന്നും ഔട്ട് സൈഡ് ടോയ്ലറ്റ് കാണാറില്ല. അപ്പോൾ ഇവിടെ സെർവൻറ്റോ അല്ലെങ്കിൽ ജോലിക്ക് ആവശ്യം വരുന്ന ആൾക്കാർക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന ഭാഗത്തും ഇവിടെ ആയിട്ടും 2 ഭാഗത്തുമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരാം. ഒരു ഫോയറിലേക്കാണ് വരുന്നത്. ആ ഫോയറിൽ നിന്ന് പ്രൈവസി ആയിട്ടാണ് റൂം കൊടുത്തിരിക്കുന്നത്. ഈ റൂം നോക്കുവാണെങ്കിൽ ഏകദേശം 13-12 സൈസുള്ള വരുന്ന റൂമാണ്. വലിയ റൂമാണ്. ഇവിടെ ആയിട്ട് സ്വിച്ച് ബോർഡ് കാണാം, ബെഡ് സ്വിച്ച് കാണാം. അത് ലെഗ്രൻഡ് എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇവിടെ ഈ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെയും അതുപോലെ തന്നെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു വാർഡ്രോബ് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്യുന്ന സൊമാനിയാണ്. സൊമാനിയും അതുകൂടാതെ വർമോറ അങ്ങനത്തെ ബ്രാൻഡഡ് മാത്രമേ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ രണ്ടാമത്തെ റൂമിലേക്ക് വരാം. ഈ ഒരു രണ്ടാമത്തെ റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. ഇതും ഏകദേശം 12-13 സൈസുള്ള റൂം തന്നെയാണ്. ഇവിടെയും മുകളിൽ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അവിടെയും കബോർഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിങ്സ് എല്ലാം അതുപോലെ തന്നെയാണ്. സൊമാനിയും വർമോറൊക്കെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. ബാക്കി 3 റൂം മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് വരാം. ഹാൻഡ് റെയിൽസ് എല്ലാം തേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റ് ആണ്. ലെപ്പോത്ത ഗ്രാനൈറ്റ് ഫിനിഷിംഗ് ഉള്ള ലെപ്പോത്ത ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കൺസീൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട സ്റ്റെപ്പിൻ്റെ വീതി, നല്ല വീതിയുള്ള സ്റ്റെപ്പാണ്. ഇവിടെ കണ്ടോ ഒരു ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്, ഒരു മാമ്പഴ കളറിലുള്ള ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരാം. അതിവിശാലമായി കിടക്കുന്ന അപ്പർ ലോഞ്ചാണ്. വലിയ അപ്പർ ലോഞ്ചാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെ ആയിട്ട് എപ്പോക്സി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അപ്പർ ലോഞ്ചിൽ തന്നെ TV കൊണ്ട് സെറ്റ് ചെയ്യാൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 റൂമുകളും അത് കൂടാതെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. താഴെ കണ്ടതുപോലത്തെ റൂം തന്നെയാണ്. ഏകദേശം ഒരു 12-11 സൈസുള്ള റൂമാണ്. മുകളിലായിട്ടും അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഡ്രസ്സിങ് ഏരിയ കാണാം. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ്. ഇവിടെയും നോക്കുവാണെങ്കിലും ഫിറ്റിങ്സിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ല. വർമോറയും സൊമാനി തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 4ാമത്തെ റൂമിലേക്ക് പോകും. ഇതാണ് 4ാമത്തെ റൂം. ആ ഒരു ഫോയർ തന്നെ നമ്മൾ റൂമിലേക്ക് വരുന്നത്. നല്ല സ്പേസുള്ള റൂം തന്നെയാണ്.
ഇവിടെയും അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഡ്രസ്സിങ് ഏരിയ പ്രത്യേകിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. കബോർഡെല്ലാം കാണാം. അതുകൂടാതെ തന്നെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സൊമാനിയും വർമോറും തന്നെയാണ്. അപ്പോൾ അതിനൊന്നും ബ്രാൻഡിന് യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് നേരെ 5ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് 5ാമത്തെ റൂം. ഈ ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ 10-12 സൈസുള്ള റൂമാണ്. അപ്പോൾ ഇതൊരു ഗസ്റ്റ് റൂം എന്ന് പറയാം. ഇവിടെയും ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടില്ല, ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. അവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സൊമാനി വർമോറും തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. ഈ ബാൽക്കണി ഡോറെല്ലാം തേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കട്ടളയും ഡോറും എല്ലാം തേക്ക് തന്നെയാണ്. ഈ ഒരു ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽസ് എല്ലാം ചെയ്തിരിക്കുന്നത് തേക്ക് തന്നെയാണ്. ഇവിടെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഏകദേശം ഈസ്റ്റ് ഫേസിംഗ് എന്ന് പറയാം. ഈ വീട് പറയുകയാണെങ്കിൽ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീടാണ്, കിഴക്ക് ദർശനത്തോട് കൂടിയ വീടാണ്. അപ്പോൾ ഈ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വിശാലമായ റൂമുകളാണ്. ഇനി ഓപ്പൺ ടെറസ് റൂഫ് ടോപ്പ് ഏരിയ നോക്കുകയാണെങ്കിൽ നല്ല വലിയ റൂഫ് ടോപ്പ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് നേരെ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകും. ഈവനിങ്ങൊക്കെ വ്യൂ ഉണ്ടോ? ആ ഒരു സൺസെറ്റൊക്കെ ഇവിടെ നിന്ന് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല ഇവിടെ ഫുള്ള് വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതിവിടെ ബോർവെല്ലുണ്ട്, അതുപോലെ വാട്ടർ കണക്ഷൻ 2 ഓപ്ഷനും ഉണ്ട്. ഇനി ഒരു ടാങ്ക് വേണമെങ്കിൽ അതും കൂടെ ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ ആയിട്ട് അശ കെട്ടാൻ വേണ്ടിയുള്ള ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു പാർട്ടി ഏരിയ അല്ലെങ്കിൽ ഒരു ഗസീബോ സ്പേസ് പോലെ, അല്ലെങ്കിൽ നമുക്ക് ബാൽക്കണിയുടെ മുകളിൽ അടുത്തൊരു ബാൽക്കണി എന്ന് പറയാം, അതൊരു സ്പേസ് ഉണ്ട്. ഇവിടെ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ ഇറങ്ങി വരുന്ന ഒരു ചെറിയൊരു പാർട്ടി ഏരിയയിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ നമുക്കൊന്ന് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ്. അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ അങ്ങനെ ഒരു കൂടുതൽ ഈവനിങ് ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ മുകളിലായിട്ട് നമുക്കൊരു G8 ട്യൂബിൽ ഒരു പർഗോള പോലെ ചെയ്തിട്ടൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഓപ്പൺ ടെറസ് സൈഡിലെ കാഴ്ചകളിലേക്ക് പോകും. അതുപോലെ റോഡ് സൈഡ് ഇവിടെ നിന്ന് നേരെ കാണാൻ പറ്റും, ബസ് പോകുന്നവിടെ കാണാൻ പറ്റും, അത്ര അടുത്താണ്. അപ്പോൾ ഒരു 70 ലക്ഷം രൂപ അകത്തുനിന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ് വാങ്ങുന്ന ആളെ സംബന്ധിച്ച്. കാര്യം 2000 രൂപ സ്ക്വയർ ഫീറ്റ് വെച്ച് കൂട്ടിക്കഴിഞ്ഞാലും 50 ലക്ഷം രൂപ വീട്ടിന് 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതുകൂടാതെ പെർ സെൻറ്റ് കോസ്റ്റ് 5 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞതുണ്ട്. 5.25 സെൻറ്റ്, അത് കൂട്ടിയാൽ തന്നെ 26,25,000 രൂപയായി. റൗണ്ട് ചെയ്ത് 26 കൂട്ടാം. അങ്ങനെയാണെങ്കിൽ തന്നെ 76 ലക്ഷം രൂപയായി. അപ്പോൾ 70 ലക്ഷത്തിൻ്റെ അകത്ത് വെച്ചാൽ ഭയങ്കര ലാഭമാണ്. അതും പ്രൈസ് നെഗോഷ്യബിളാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.